നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കുടൻ. ആദ്യം പ്രധാന വാർത്തകൾ. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഓർമ്മ പുതുക്കി ഈസ്റ്ററിനെ വരവേൽക്കാൻ ഒരുങ്ങി ക്രൈസ്തവ വിശ്വാസികൾ. മലയോര മേഖല ഒന്നാകെ ഭീതിയുടെ നിഴലിൽ നിൽക്കുമ്പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിന്റെ നടുക്കം വിട്ടുമാറാതെ മുരിക്കങ്ങൽ സ്വദേശിനി റജീന. കോട്ടയിൽ നിയന്ത്രണം വിട്ട വാൻ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ പോസ്റ്റിലിടിച്ച് 9 പേർക്ക് പരിക്കേറ്റു. കോൺഗ്രസ് അളഗപ്പനഗർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി ആൻഡസ് കണ്ണമ്പുഴയെ നിയമിച്ചു. ജിമ്മി ജോസിനെ കോൺഗ്രസ് അളഗപ്പനഗർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റായും നിയമിച്ചു. വാർത്തകൾ വിശദമായി. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഓർമ്മ പുതുക്കി ഈസ്റ്ററിനെ വരവേൽക്കാൻ ഒരുങ്ങി ക്രൈസ്തവ വിശ്വാസികൾ. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈസ്റ്ററിനെ വരവേൽക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ്. 50 ദിവസം നീണ്ട നോമ്പാചരണവും പ്രാർത്ഥനയ്ക്കും ശേഷമാണ് വിരുന്നോടുകൂടിയുള്ള ഈസ്റ്റർ ആഘോഷങ്ങൾ. ഈസ്റ്ററിന്റെ ഭാഗമായി പള്ളികളിൽ കുർബാനകളും ഉയർപ്പ് ശുശ്രൂഷകളും തിരുക്കർമ്മങ്ങളും നടന്നു. ഈസ്റ്റർ ദിനത്തിൽ ഭവനങ്ങളിൽ രുചികരമായ ഭക്ഷണങ്ങൾ ഒരുക്കി ആളുകൾ ഒത്തുചേരും. ദുഃഖശനിയോടനുബന്ധിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിൽ ശനിയാഴ്ച രാവിലെയും പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. ദുഃഖവെള്ളി പരിഹാര പ്രദർശനത്തിന്റെ ഭാഗമായി കല്ലൂർ ഹോളി മേരി റോസറി പള്ളിയിൽ നടന്ന ലഹരിവിരുദ്ധ സന്ദേശം പകർന്ന നിശ്ചല ദൃശ്യം ശ്രദ്ധേയമായി. പള്ളിയിലെ ജീസസ് യൂത്തിന്റെ നേതൃത്വത്തിലാണ് ലഹരിക്കെതിരെയുള്ള സന്ദേശം നൽകിയത്. കുരിശിന്റെ വഴിയിലെ 8ാം സ്ഥലത്തിൽ യേശുദേവൻ ഒരശ്ലം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ പ്രതിയല്ല, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ എന്ന വാക്കുകളും സമകാലിക സംഭവങ്ങളുമായി കോർത്തിണക്കിയാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് ദൃശ്യാവിഷ്കാരം തീർത്തത്. ലഹരിക്കടിമകളായി പോകുന്ന കുട്ടികളും യുവാക്കളും അമ്മമാർക്കുണ്ടാക്കുന്ന വേദനകളും ലഹരിക്കെണിയിൽ തങ്ങളുടെ മക്കൾ പെട്ടുപോകുമോ എന്നുള്ള അമ്മമാരുടെ ആവലാതിയും നിശ്ചല ദൃശ്യത്തിലൂടെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെയുള്ള കല്ലൂർ ഹോളി മേരി റോസറി പള്ളിയിലെ ജീസസ് യൂത്തിന്റെ പോരാട്ടം ഏറെ പ്രശംസയും പിടിച്ചുപറ്റുകയാണ്. ദുഃഖവെള്ളിയോടനുബന്ധിച്ച് പുതുക്കാട് സെന്റ് ആന്റണീസ് പള്ളിയിൽ നടന്ന പരിഹാര പ്രദർശനത്തിൽ ലഹരിക്കെതിരെയുള്ള ദൃശ്യാവിഷ്കരണം ഒരുക്കിയത് വ്യത്യസ്ത കാഴ്ചയായി. പള്ളി ഗായക സംഘത്തിന്റെ നേതൃത്വത്തിൽ പുത്തൻ പാനപാരായണവും പിയാത്തെ സ്വരൂപത്തെ സാക്ഷിയാക്കി സ്കിറ്റിന്റെ അവതരണവുമുണ്ടായി. സമകാലിക വിഷയത്തെ ആസ്പദമാക്കി ഒരുക്കിയ ദൃശ്യാവിഷ്കാരം വിശ്വാസികൾക്ക് വേറിട്ടൊരു അനുഭവമായി. മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനായി ബലിയായി തീർന്ന യേശുദേവന്റെയും തന്റെ മകനെ തന്നെ ലോകത്തിന് സമർപ്പിച്ച അമ്മയുടെയും തിരുസ്വരൂപത്തിനു മുന്നിൽ ദുഷ്ടശക്തികളുടെ ചതിയിൽ വീണുപോയ മകനെ തിരികെ കിട്ടുവാൻ ലോകത്തോട് യാചിക്കുന്ന ഒരമ്മയുടെ ദയനീയ ഭാവമാണ് ദൃശ്യാവിഷ്കാരത്തിലൂടെ വരച്ചു കാട്ടിയത്. ലഹരിമുക്ത ലോകത്തിനായി യാചിക്കുന്ന കുടുംബങ്ങളുടെ നേർക്കാഴ്ചയാണ് കാഴ്ചക്കാർക്ക് ദൃശ്യാവിഷ്കാരത്തിലൂടെ പകർന്നു നൽകിയത്. സംസ്ഥാനത്ത് ഈ ആഴ്ച 3 ജീവനാണ് കാട്ടാന ആക്രമണത്തിൽ പൊലിഞ്ഞത്. മലയോര മേഖല ഒന്നാകെ ഭീതിയുടെ നിഴലിൽ നിൽക്കുമ്പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിന്റെ നടുക്കം വിട്ടുമാറാതെ റജീന. മാർച്ച് 18 രാവിലെ പതിവ് പോലെ ഹാരിസൺ പ്ലാന്റേഷന്റെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിങ്ങിനിറങ്ങിയതാണ് തൊഴിലാളിയായ മുരിക്കങ്ങൽ സ്വദേശിനി കേളംപടിക്കൽ റജീന. തോട്ടത്തിൽ പലയിടങ്ങളിലായി മറ്റ് തൊഴിലാളികളും ടാപ്പിങ്ങിൽ ഏർപ്പെട്ടിരുന്നു. പെട്ടെന്ന് കരിയിലകൾ അമരുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വലിയൊരു ആനക്കൂട്ടമായിരുന്നു റജീനയുടെ പിന്നിൽ. കൂടെയുണ്ടായിരുന്ന തൊഴിലാളികൾ ഒച്ചവെച്ചും പാട്ടകൊട്ടിയും ആനക്കൂട്ടത്തെ അകറ്റി. അല്പനേരത്തിന് ശേഷം ഇവർ ജോലി തുടർന്നു. പെട്ടെന്നാണ് റജീനയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ഒറ്റയാൻ മുന്നിലെത്തിയത്. പേടിച്ചു വിറച്ച റജീനയ്ക്ക് ഒച്ചവയ്ക്കാൻ ശബ്ദം പുറത്തു വന്നില്ല. പിന്നെ ധൈര്യം സംഭരിച്ച് ഓടി. തിരിഞ്ഞു നോക്കി ഓടുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ഇവർ വീഴുകയായിരുന്നു. ഒറ്റയാനെ കണ്ട് പരിസരത്തുണ്ടായിരുന്ന തൊഴിലാളികളും ചിതറിയോടി. ഓട്ടത്തിനിടെ സുഹൃത്തായ ഉസ്മാനാണ് റജീന വീണ് കിടക്കുന്നത് കണ്ടത്. ഉസ്മാൻ റജീനയെ കോരിയെടുത്ത് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഒറ്റയാന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും വീഴ്ചയുടെ ആഘാതത്തിൽ ഇവർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കൈകൾക്കും വാരിയെല്ലിനും നട്ടെല്ലിനുമൊക്കെ ഗുരുതരമായ ക്ഷതം സംഭവിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തുടരുകയാണ് റജീന.
അപകടം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജോലിക്ക് ചെന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആനക്കൂട്ടങ്ങൾ ആദ്യം വന്നത്. അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ ബ്ലോക്കിൽ കൂടി രക്ഷപ്പെട്ട് ഞാൻ കൂട്ടുകാരോടി മാറി നിന്ന് അതൊക്കെ ഇറങ്ങിപ്പോയതിനു ശേഷം പിന്നെ വീണ്ടും ഒരു 7:30 കൂടിയാണ് പിന്നത്തെ ആനയുടെ വരവുണ്ടായത്. അതിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നേരെ തൊട്ട് പുറയിലായിട്ട് ആന എന്നെ ശ്രദ്ധിച്ചും കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പം പിന്നെ നമുക്ക് ഓടാല്ലാതെ വേറെ വഴിയൊന്നുമില്ല. കാരണം അത്രയും അടുത്തെത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ? എനിക്കില്ല ജീവനിക്കാനുള്ള ആഗ്രഹം. അത് കാരണം കൊണ്ട് ഞാൻ ആനനെ നോക്കി പിന്നെ ഓടി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വയ്യ, വീണതാണ്. ഞാൻ വീണ് എൻ്റെ കൈ അപ്പം തന്നെ ബാക്കിലോട്ട് മറിയുക ചെയ്തു. അപ്പം ഞാൻ വീണോർത്തുനിന്ന് എനിക്കാൻ പറ്റാണ്ട് ഞാൻ അവിടെ കിടന്ന് ശ്രദ്ധിക്കുമ്പോൾ ആന നേരെ പൊക്കത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ അവർ ഓടി രക്ഷപ്പെടാനാണ് നോക്കിയത്. അപ്പം പിന്നെ ഒരുത്തൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ കണ്ടപ്പോൾ അവൻ എന്നോട് എനിക്കാൻ പറഞ്ഞു. എനിക്കാൻ പറ്റിയില്ല. പിന്നെ അവൻ വന്ന് എന്നെ സ്വയം വന്നിട്ട് പൊക്കിയ കാരണം കൊണ്ടാണ് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടത്. ഇനി ഇതുപോലെ ഒരാൾക്കും, ഒരു തൊഴിലാളികൾക്കായാലും കമ്പനിയിൽ അതിൽ ഒരാൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് ഞാൻ പറയും. 34 വർഷമായി ടാപ്പിംഗ് തൊഴിലാളിയായ റെജീന ഇത് 2ാം തവണയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. സംഭവത്തിന് ശേഷം ഹാരിസൺ പ്ലാന്റേഷൻ അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നും തൊഴിലിടത്തിൽ സുരക്ഷയൊരുക്കാൻ കമ്പനി അധികൃതർ തയ്യാറാകുന്നില്ലെന്നുമാണ് റെജീനയുടെ പരാതി. ആനയുടെ ആക്രമണത്തിലല്ല പരിക്കേറ്റത് എന്നതിനാൽ ചികിത്സയ്ക്കായി സർക്കാർ സഹായമോ മറ്റ് ആനുകൂല്യങ്ങളോ ഇവർക്ക് ലഭ്യമായില്ല. അപകടം സംബന്ധിച്ച് കമ്പനി അധികൃതർ വനംവകുപ്പിന് റിപ്പോർട്ട് നൽകിയില്ലെന്നും തൊഴിലാളികളോട് കടുത്ത അവഗണനയാണ് ഹാരിസൺ പ്ലാന്റേഷൻ അധികൃതർ കാണിക്കുന്നതെന്നും പൊതുപ്രവർത്തകനായ ശശി ആര്യാടൻ പറഞ്ഞു. ഇന്നത്തെ തോട്ടം മേഖലയിലെ തൊഴിലാളികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വന്യമൃഗങ്ങളുടെ ശല്യമാണ്. ഇതിന് മുൻകാലത്ത് ബ്രിട്ടീഷുകാരൊക്കെ തോട്ടം നടത്തുന്ന കാലത്ത് ഇതിന് ചുറ്റും വളരെ ആഴത്തിലുള്ള ട്രഞ്ചുകൾ വന്യമൃഗങ്ങൾ ഇങ്ങോട്ട് കടക്കാത്ത രീതിയിലുണ്ടായിരുന്നു. ഇന്നത്തെ മാനേജ്മെൻറ്റ് ലാഭത്തിന് വേണ്ടി അതെല്ലാം മെയിൻ്റെനൻസ് ചെയ്യാതെ നശിപ്പിച്ചൊരവസ്ഥയിലാണ് ഇത്രയ്ക്കും ശല്യം ഈ മേഖലയിൽ നേരിടുന്നത്. ഒരുപക്ഷെ ഓരോ തൊഴിലാളിയും ഓരോ ദിവസം സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഏറ്റവും ചുരുങ്ങിയ കൂലിക്ക് ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് ആ മേഖലയിലുള്ള മുഴുവൻ തൊഴിലാളികളും. അതുകൊണ്ട് തന്നെ ഈ തൊഴിലാളികൾക്ക് സുരക്ഷ ഒരുക്കേണ്ടത് മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. കൃത്യമായിട്ട് മാനേജ്മെൻറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഇത്തരം അപകടങ്ങൾ ഈ മേഖലയിൽ നടക്കുന്നത്. ലാഭം മാത്രം പ്രതീക്ഷിച്ച് എസ്റ്റേറ്റ് നടത്തുന്ന ഒരു സംവിധാനത്തിൽ മാനേജ്മെൻറ്റ് എത്തിയപ്പോഴാണ് ഇത്തരം ഒരു അവസ്ഥ നിലവിലൂടെ ഉണ്ടായത്. പ്ലാന്റേഷൻ അധികൃതർ അടിക്കാടുകൾ വെട്ടാത്തതാണ് പലപ്പോഴും വന്യമൃഗ ശല്യത്തിന് കാരണമാകുന്നത്. തോട്ടങ്ങൾക്ക് ചുറ്റും ട്രഞ്ച് നിർമ്മിക്കുക മാത്രമാണ് കാട്ടാനയെ പ്രതിരോധിക്കാനുള്ള മാർഗമെന്നും ഇതിന് വനംവകുപ്പും പ്ലാന്റേഷൻ അധികൃതരും നടപടി സ്വീകരിക്കണമെന്നുമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. 1 മാസം മുൻപ് ടാപ്പിങ്ങിനിടെ കാടിറങ്ങിയ ഒറ്റയാന്റെ മുൻപിൽപ്പെട്ട സംഭവം വിവരിക്കുമ്പോൾ റെജീന ചേച്ചിയുടെ മുഖത്ത് ആ പേടി ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഭയന്നോടുന്നതിനിടെ വീണ് ഗുരുതരമായി പരിക്കേറ്റ ഇവർ ഇപ്പോഴും ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തിട്ടില്ല. തൊഴിലിടങ്ങളിൽ സുരക്ഷയൊരുക്കേണ്ട കമ്പനി അധികൃതരും സർക്കാരും അത്തരം കാര്യങ്ങളിൽ നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് റെജീന ചേച്ചിയും കുടുംബവും ആവശ്യപ്പെടുന്നത്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. വിലങ്ങന്നൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. വിലങ്ങന്നൂർ സ്വദേശി കുഴിക്കാട്ടിൽ വീട്ടിൽ 56 വയസ്സുള്ള മനോജിനാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാവിലെ 8:45-ന് പായ്ക്കണ്ടത്തു നിന്നും വിലങ്ങന്നൂരിലേക്ക് നടന്നു വരുന്ന സമയത്താണ് കാട്ടുപന്നി ഇടിച്ചു തെറിപ്പിച്ചത്. പോട്ടയിൽ നിയന്ത്രണം വിട്ട വാൻ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ പോസ്റ്റിലിടിച്ച് 9 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ പോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം ഊരകം പ്രദേശത്തുള്ളവരാണ് വാഹനത്തിലെ യാത്രക്കാർ. തൃശ്ശൂരിൽ നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാൻ പോട്ട ആശ്രമം സിഗ്നലിനും സിവിൽ സ്റ്റേഷനും ഇടയിൽ റോഡിന് നടുവിലെ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം. PKS കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർക്സിസവും അംബേദ്കർ ചിന്തയും എന്ന വിഷയത്തിൽ ഏരിയ തല സെമിനാർ സംഘടിപ്പിച്ചു. PKS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. KSKTU ജില്ലാ വൈസ് പ്രസിഡന്റ് PS വിനയൻ മുഖ്യപ്രഭാഷണം നടത്തി. PKS കൊടകര ഏരിയ പ്രസിഡന്റ് PV മണി അധ്യക്ഷനായി. സെക്രട്ടറി PK കൃഷ്ണൻകുട്ടി, PSC സുബ്രൻ, PK രാജൻ, ഷാൻഡോ കൈതാരത്ത്, IR ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. നെല്ലായിലെ 130 വർഷം പഴക്കമുള്ള ചില്ലായിൽ തറവാട് ഓർമ്മയിലേക്ക്.
സാംസ്കാരിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച് പ്രഗത്ഭ മതികൾ ഉൾപ്പെടെ 4 തലമുറകളുടെ ഓർമ്മകളുറങ്ങുന്ന പഴയ 2 നില വീടാണ് കാലപ്പഴക്കം മൂലം പൊളിച്ചു നീക്കുന്നത്. തൊട്ടിപ്പാളിലെ ചില്ലായിൽ തറവാട് അംഗവും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പ്രൊഫസറും നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവുമായ സി നാരായണ മേനോൻ 1890 നിർമ്മിച്ചതാണ് നെല്ലായിലുള്ള ചില്ലായിൽ തറവാട്. ഒട്ടേറെ പൗരാണിക കൃതികൾ വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള പണ്ഡിതനായിരുന്നു സി നാരായണ മേനോൻ. കൂട്ടുകുടുംബത്തിന്റെ നല്ല ഓർമ്മകൾ ഉറങ്ങുന്ന തറവാട് അടുത്ത ദിവസം പൊളിച്ചു നീക്കുകയാണെന്ന് ഇവിടെ ജനിച്ചു വളർന്നവരിൽ ഒരാളായ കെ സുധാകരൻ പറഞ്ഞു. ഏകദേശം ഒരു 1890 കൂടിയിട്ടാണ് ഇവിടെ ഈ വീട് നിർമ്മിച്ചിട്ടുള്ളതാണ് എന്നാണ് പൂർവികരായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അറിവ്. തൊട്ടിപ്പാട് ചില്ലായിൽ തറവാട്ടിൽ നിന്നും ഇവിടെ വന്ന് സി നാരായണ മേനോൻ എന്ന് പറയുന്ന ഒരു സംസ്കൃത പണ്ഡിതനും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് പ്രൊഫസറുമായിരുന്ന സി നാരായണ മേനോൻ, അദ്ദേഹമാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ തൊട്ടു മുമ്പിൽ കാണുന്ന പടിപ്പുര എന്ന് ഞങ്ങൾ പറയുന്ന സ്ഥലം, അവിടെയാണ് ഇപ്പോൾ ഈ CP മേനോൻ, എം ലീലാവതിയുടെ ഭർത്താവായിട്ടുള്ള CP മേനോനെ പോലുള്ള ആളുകൾ താമസിക്കുകയും പഠിക്കുകയും വളരുകയും ചെയ്തിരുന്ന തറവാടാണ് ഇതിനു മുമ്പ് കാണുന്ന പടിപ്പുര എന്ന് ഞങ്ങൾ പറയുന്ന ആ സ്ഥലം. ഓടും മരവും ഉപയോഗിച്ച് പഴയ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ചില്ലായി തറവാട്ടിൽ നിരവധി മുറികളുണ്ട്. നിലവറ അടക്കമുള്ളവയും ഇതിലുണ്ട്. ഈ തറവാടിനോട് ചേർന്നുള്ള പടിപ്പുര എന്ന് വിളിക്കുന്ന പഴയ വീട്ടിലാണ് എഴുത്തുകാരിയും അധ്യാപികയുമായ പത്മശ്രീ ഡോക്ടർ M ലീലാവതിയുടെ ഭർത്താവായ CP മേനോൻ വളർന്നത്. ഇവിടെ വളർന്ന 4 തലമുറകളിൽ പലരും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ തങ്ങളുടേതായ സംഭാവനകൾ നൽകിയവരാണ്. ചില്ലായി തറവാട്ടിലെ അംഗങ്ങൾ പിന്നീട് പല തായ്വഴികളായി പിരിഞ്ഞ് രാജ്യത്തിനകത്തും പുറത്തുമുള്ള പല സ്ഥലങ്ങളിലായി താമസമാക്കി. ഇതോടെ കൂട്ടുകുടുംബ വ്യവസ്ഥിതി നിലനിന്നിരുന്ന കാലത്ത് എപ്പോഴും ശബ്ദമുഖരിതമായിരുന്ന ചില്ലായി തറവാട് നിശബ്ദമായി. കാലപ്പഴക്കം മൂലം ദുർബലമായ ഈ വീട് അറ്റകുറ്റപ്പണി ഇല്ലാതായതോടെ ജീർണാവസ്ഥയിലായി. ഇതോടെയാണ് തലമുറകളുടെ ചരിത്രമുറങ്ങുന്ന തറവാട് പൊളിച്ചു നീക്കാനുള്ള തീരുമാനമുണ്ടായത്. മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ചിത്രങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വിവാഹ ക്ഷണക്കത്ത് വേറിട്ടതായി. 3 മുറി 9 ചൂരക്കാടൻ പ്രശാന്തിന്റെ മകൾ ആർഷയുടെ വിവാഹ ക്ഷണക്കത്തിലാണ് വിവിധ മതവിഭാഗങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ചിത്രങ്ങൾ ചേർത്തിട്ടുള്ളത്. ഈ മാസം 27-ന് 9 ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിലാണ് വിവാഹം. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഗുരുവചനത്തിനൊപ്പം ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രവും കൈലാസനാഥനായ ശിവഭഗവാൻ, 3 മുറി ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാൻ എന്നിവരുടെ ചിത്രങ്ങളും ക്ഷണക്കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം അനശ്വര പ്രണയത്തിന്റെ പ്രതീകമായ താജ്മഹലിന്റെ ചിത്രവും ഉണ്ട്. കോൺഗ്രസ് അളഗപ്പനകർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി ആൻഡസ് കണ്ണമ്പുഴയെ നിയമിച്ചു. നിലവിൽ പ്രസിഡന്റായ ജിമ്മി ജോസിനെ കോൺഗ്രസ് അളഗപ്പനകർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റായും നിയമിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോസഫ് ടാജറ്റാണ് ഇരുവരുടെയും നിയമനം സംബന്ധിച്ച ഉത്തരവ് ഇറക്കിയത്. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ജനദ്രോഹ നടപടി സ്വീകരിക്കുന്നുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ചൊവ്വാഴ്ച രാവിലെ 10:30 നടക്കുന്ന പ്രതിഷേധ പരിപാടികൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി C പ്രമോദ് ഉദ്ഘാടനം ചെയ്യും. മണ്ഡലം പ്രസിഡന്റ് ജിജോ പുന്നക്കര അധ്യക്ഷനാകും. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം മുഖ്യപ്രഭാഷണം നടത്തും. പൂക്കോട് കീനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പിച്ചള പൊതിഞ്ഞ സോപാനത്തിന്റെ സമർപ്പണവും കീനൂരപ്പന് ഒരടി ചുറ്റുമതിൽ പദ്ധതി സമർപ്പണവും ഞായറാഴ്ച നടക്കും. രാത്രി 7 നടക്കുന്ന ചടങ്ങിൽ തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പ് കേശവൻ നമ്പൂതിരി, സിനിമാ താരം രമ്യ, ശശി അയ്യഞ്ചിറ തുടങ്ങിയവർ പങ്കെടുക്കും. പുതുക്കാട് തെക്കേത്തുറവ് വള്ളിക്കുന്നത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച തിരുവോണ ഊട്ട് ഉണ്ടായിരിക്കും. രാവിലെ വിശേഷാൽ പൂജകൾ, ഗണപതി ഹോമം, സമ്പൂർണ്ണ നാരായണീയ പാരായണം എന്നിവ നടക്കും. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത. ഞായറാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും തിങ്കളും ചൊവ്വയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇനി കാണാം ഇൻഫോടോക്ക്.
IPL ക്രിക്കറ്റും UPI ഇടപാടുകൾ മുടങ്ങുന്നതും തമ്മിൽ എന്ത് ബന്ധം? 3 ആഴ്ചക്കിടെ UPI സെർവർ ഡൗൺ ആയത് 4 തവണയാണ്. റിപ്പോർട്ട് കാണാം. ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രശസ്തി വർദ്ധിപ്പിച്ച UPI സേവനം കഴിഞ്ഞ 3 ആഴ്ചക്കിടെ പണിമുടക്കിയത് 4 തവണ. ഇതിനു പിന്നിലെ കാരണം തേടിപ്പോയ വിദഗ്ധരുടെ കണ്ടുപിടുത്തത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ടെക് ലോകം. ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്ന IPL ആണ് നിലവിൽ UPIക്ക് പണി കൊടുക്കുന്നതെന്നാണ് വിവരം. ക്രിക്കറ്റ് എങ്ങനെ UPIയെ ബാധിക്കുന്നുവെന്ന് പ്രേക്ഷകർ ചിന്തിക്കാൻ വരട്ടെ. IPLുമായി എണ്ണമറ്റ വാതുവയ്പുകൾ UPI വഴി നടക്കുന്നതാണ് സെർവർ ഡൗൺ ആകാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. IPL തുടങ്ങിയതോടെ ടൂർണമെന്റുമായി ബന്ധപ്പെട്ടുള്ള നിയമപരവും നിയമവിരുദ്ധവുമായ വാതുവയ്പുകൾ വർദ്ധിച്ചിരിക്കുന്നു. ഇത് ബാങ്കുകളുടെ IT അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ സമ്മർദ്ദം സൃഷ്ടിച്ചിരിക്കുന്നു. IPL സമയത്ത് ഇന്ത്യയിൽ എല്ലാ വർഷവും $100 ബില്യൺ അതായത് ഏകദേശം 8.3 ലക്ഷം കോടി രൂപ മൂല്യമുള്ള നിയമവിരുദ്ധ വാതുവയ്പുകൾ നടക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതിനു പുറമെ നിയമപരമായ ആപ്പുകൾ വഴി നടക്കുന്ന ഭാഗ്യപരീക്ഷണങ്ങൾ വേറെയും. ഈ സീസണിൽ മിക്ക നിയമവിധേയ ആപ്പുകളും പ്രതിദിനം 1.3 കോടി രൂപ വരെയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ക്രിപ്റ്റോ കറൻസി, മ്യൂൾ അക്കൗണ്ടുകൾ എന്നിവ വഴി ഇന്ത്യൻ പൗരന്മാർക്ക് സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന വിദേശ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും രംഗത്തുണ്ട്. ഇത്തരം ചാനലുകൾ വഴി കോടികളുടെ ഇടപാടുകൾ ഒരേ സമയം നടക്കുന്നു. ഇത്തരം നിയമപരവും അല്ലാത്തതുമായ ഇടപാടുകൾക്ക് കൂടുതലും ഉപയോഗിക്കപ്പെടുന്നത് UPI നെറ്റ്വർക്കാണ്. ഈ കനത്ത സമ്മർദ്ദമാണ് 3 ആഴ്ചക്കിടെ 4 തവണ UPIയെ പണിമുടക്കിലേക്ക് നയിച്ചത്. ഇന്ത്യയുടെ UPI സിസ്റ്റം ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ ടൈം ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായി മാറിയിട്ടുണ്ട്. പ്രതിവർഷം $3 ട്രില്യൺ അതായത് ഏകദേശം 250 ലക്ഷം കോടി രൂപയുടെ ഇടപാടുകൾ ഈ സിസ്റ്റം വഴി നടക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ. IPL എത്തിയതോടെ ഇടപാടുകളുടെ എണ്ണം കുത്തനെ ഉയർന്നു. ഇത് സെർവർ ലോഡ് വർദ്ധിക്കാനും ഇടപാടുകൾ പരാജയപ്പെടാനും കാരണമായി. UPIയുടെ മേൽനോട്ടക്കാരായ നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന NPCI എല്ലാ മാസവും ബാങ്കുകളുടെ പരാജയ നിരക്കുകൾ സംബന്ധിച്ച ഒരു റിപ്പോർട്ട് പുറത്തിറക്കുന്നുണ്ട്. വരുന്ന മാസത്തെ റിപ്പോർട്ട് നിലവിലെ സാഹചര്യത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതായിരിക്കും. ഒപ്പം UPI ഇടപാടുകൾ അടിക്കടി തടസ്സപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ വഴി തേടുകയാണ് NPCIയും ബാങ്കുകളും. സ്ഥിതി വിലയിരുത്താനും പ്രശ്നം പരിഹരിക്കാനും NPCI ബാങ്കുകളുടെയും പേയ്മെന്റ് സേവന കമ്പനികളുടെയും യോഗം വിളിച്ചു. ഏപ്രിൽ 12-നാണ് അവസാനമായി തടസ്സമുണ്ടായത്. ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസിൽ ഇടപാടുകളുടെ സ്ഥിതി സംബന്ധിച്ച ബാങ്കുകൾ തമ്മിൽ നടക്കുന്ന ആശയവിനിമയം കൂടിയാണ് UPI നെറ്റ്വർക്കിനെ ബാധിച്ചതെന്ന് NPCIയുടെ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. ഒരു UPI ഇടപാടിൽ 5 നെറ്റ്വർക്കിംഗ് ഉപകരണങ്ങൾ വഴി ഇടപാട് വിവരങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. ഇടപാട് പൂർത്തിയായാൽ ഇതിന്റെ സ്ഥിരീകരണത്തിനായും തിരിച്ച് ഇതേ രീതിയിൽ ആശയവിനിമയം നടക്കുന്നു. പണം കൈമാറ്റം ചെയ്യപ്പെട്ട് സ്വീകർത്താവിന്റെ അക്കൗണ്ടിൽ ലഭിച്ചാൽ ഇടപാടിന്റെ തൽസ്ഥിതി സംബന്ധിച്ച് സന്ദേശം അയക്കും. അതിവേഗത്തിലുള്ള ഈ ആശയവിനിമയത്തിൽ സെർവർ ഡൗൺ ടൈം കൂടിയാൽ വീണ്ടും API കോൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് നെറ്റ്വർക്കിന്റെ സമ്മർദ്ദം കൂടുകയും ഇടപാട് തടസ്സപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്നുവെന്നാണ് കണ്ടെത്തൽ. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നാണ് NPCI ബാങ്കുകളും മറ്റ് പേയ്മെന്റ് സേവന കമ്പനികളുമായി ചർച്ച നടത്തുന്നത്. ഒരിടപാടിലുള്ള ആശയവിനിമയം കുറച്ചാൽ ഇത് പരിഹരിക്കാനാകുമെന്ന ആശയമാണ് മുന്നോട്ട് വന്നത്. എന്നാൽ ഇപ്പോഴത്തെ സംവിധാനത്തിൽ ഇത് നടപ്പാക്കുക ബുദ്ധിമുട്ടായിരിക്കും. UPI ഇടപാടുകളുടെ എണ്ണം ഉയർന്നതും പ്രശ്നത്തിന് കാരണമായിട്ടുണ്ട്. UPI നെറ്റ്വർക്കിന്റെ പ്രകടനം മികച്ച രീതിയിൽ നിലനിർത്താനും ഉറപ്പാക്കാനുമായി API കോളിന് പരിധി കൊണ്ടുവന്നാൽ പ്രശ്നം പരിഹരിക്കാനാകും. 2025 മാർച്ചിൽ 1978 കോടി ഇടപാടുകളിലായി 24.77 ലക്ഷം കോടി രൂപയാണ് UPI വഴി രാജ്യത്ത് കൈമാറ്റം ചെയ്യപ്പെട്ടത്. 2024-2025 സാമ്പത്തിക വർഷം ഇടപാട് തുകയിൽ 30% വളർച്ച. ആകെ 260.56 ലക്ഷം കോടി രൂപയുടെ ഇടപാടുകളാണ് നടന്നത്. എണ്ണത്തിൽ വളർച്ച 42%. എന്തായാലും ആഗോളതലത്തിൽ ഇന്ത്യക്ക് ഡിജിറ്റൽ സാമ്പത്തിക മുന്നേറ്റത്തിന് മുൻതൂക്കം നൽകിയ UPI സേവനം കുറ്റമറ്റതാക്കാനുള്ള ക്രിയാത്മക നീക്കത്തിലാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരായ 10-നും 15-നും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നീന്തൽ പരിശീലനം നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ ഏപ്രിൽ 28-ന് 4 മണിക്ക് മുൻപായി അളഗപ്പനഗർ പഞ്ചായത്തിൽ സമർപ്പിക്കണം. വില്ലടത്ത് പ്രവർത്തിക്കുന്ന കനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ
ഏപ്രിലിൽ ആരംഭിക്കുന്ന സൗജന്യ തയ്യൽ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 18 മുതൽ 44 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്ക് പങ്കെടുക്കാം. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് പരിശീലനം. ഭക്ഷണവും താമസവും ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും സൗജന്യമായിരിക്കും. പദ്ധതിയുടെ ഭാഗമായി സംരംഭകത്വ വികസനം, വായ്പാ സൗകര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ക്ലാസുകളും ഉണ്ടാകും. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ NCVAT സർട്ടിഫിക്കറ്റും ലഭിക്കും. ഫോൺ 0487 2694 412, മറ്റൊരു നമ്പർ 9447 196124. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8945 രൂപയും പവന് 71,560 രൂപയും രേഖപ്പെടുത്തി. വെള്ളിക്കുളങ്ങര നായ്ക്കുളത്തുകാരൻ ബാലൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഓർമ്മ പുതുക്കി ഈസ്റ്ററിനെ വരവേൽക്കാൻ ഒരുങ്ങി ക്രൈസ്തവ വിശ്വാസികൾ. മലയോര മേഖല ഒന്നാകെ ഭീതിയുടെ നിഴലിൽ നിൽക്കുമ്പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിന്റെ നടുക്കം വിട്ടുമാറാതെ മുരിക്കങ്ങൽ സ്വദേശിനി റജീന. കോട്ടയിൽ നിയന്ത്രണം വിട്ട വാൻ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ പോസ്റ്റിലിടിച്ച് 9 പേർക്ക് പരിക്കേറ്റു. കോൺഗ്രസ് അളകപ്പനഗർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി ആൻഡസ് കണ്ണമ്പുഴയെ നിയമിച്ചു. ജിമ്മി ജോസിനെ കോൺഗ്രസ് അളകപ്പനഗർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റായും നിയമിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.